നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുക നമ്മോടൊപ്പമുള്ള അതിഥി മലപ്പുറം ജില്ലയിലെ എന്ന് വേണ്ട വടക്കൻ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് CP അബ്ദുള്ള. മാർബിൾ ഗ്രാനൈറ്റ് ലോകത്തെ അധിപൻ എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആർട്ടിക്കിളുകൾ ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതും വായിച്ചതുമാണ്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം CP മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, സാംസ്കാരിക പൊതുപ്രവർത്തകൻ കൂടിയായ മിസ്റ്റർ CP അബ്ദുള്ള സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. സാർ, ആദ്യം തന്നെ വളരെ സന്തോഷം. CP മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവർക്കും അറിയാവുന്നൊരു വലിയ സ്ഥാപനമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖല തന്നെ CP മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിനുണ്ട്. താങ്കളുടെ സാംസ്കാരിക പൊതുപ്രവർത്തന മേഖല വേറെ. എനിക്ക് തോന്നുന്നു 1980-കളിൽ, കാരണം കേരളത്തിൽ മാർബിൾ ഗ്രാനൈറ്റുകൾ വ്യാപകമാകാത്തൊരു കാലഘട്ടത്തിലായിരുന്നു താങ്കളുടെ ചിന്താഗതി ഈ ഒരു മേഖലയിലേക്ക് വന്നത്. അതിനുശേഷം ഒരു മാർബിൾ ഗ്രാനൈറ്റ് രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ ആയി മാറി. കാരണം നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വീടുകളിലും ഏകദേശം ഒരു വലിയ ഭാഗം തന്നെ മാർബിളുകളും ഗ്രാനൈറ്റും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുവാനുണ്ടായ ഒരു കാരണങ്ങളിൽ ഒരാൾ താങ്കൾ തന്നെ ആവണം എന്ന് ഞാൻ വിശ്വസിക്കാം. എങ്ങനെയായിരുന്നു ഈ ഒരു രംഗത്തേക്ക് CP മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്ന പോലെ തന്നെ വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു എന്ന് പറയാം? ചെറിയ പ്രായത്തിൽ ഞാൻ ആന്ധ്രയുമായിട്ട് ബന്ധപ്പെട്ടവനെ. ആന്ധ്രയുമായിട്ട് അവിടെ ചില നമ്മുടെ പെങ്ങളുടെ ഭർത്താവ് ആന്ധ്രയിലുണ്ടായിരുന്നു. ആ രീതിയിൽ അങ്ങോട്ട് പോയതാണ്. അങ്ങനെ ഇപ്പോൾ സ്വന്തം ബിസിനസ്സും മറ്റൊക്കെ തുടങ്ങിയിട്ട് അതൊന്നും വേണ്ടത്ര വിജയിച്ചില്ല. വിജയിക്കാതിരുന്നിട്ട് കാര്യങ്ങൾ നടന്നു പോയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലാണ് പിന്നെ ഞാൻ ഈ കടപ്പ മൊസൈക്ക് രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഇന്നും എനിക്ക് അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അവിടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ തന്നെ. അത് കടപ്പ അന്ന് അതും ഇവിടെ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. 80-82 കാലഘട്ടത്തിൽ അത് ഈ കടപ്പി മൊസൈക്കുന്നു. അന്നും കാവ്യ ജേക്കലും മറ്റൊക്കെ ആയിരുന്നു അധികം പേര് നടത്തിയിരുന്നത്. വളരെ ചുരുക്കം പേര് VIPs എന്ന് പറയുമ്പോൾ അത്തരക്കാർ മാത്രമേ ഉപയോഗിച്ചു. പിന്നെ അത് 82 കാലഘട്ടത്തിൽ ഈ മൊസൈക്ക് കടപ്പയിലേക്ക് ആളുകൾ ശ്രദ്ധ തിരിയുകയും അതിനോടൊപ്പം ഞാനും സഞ്ചരിക്കുകയും ചെയ്തു. 91-ലാണ് പിന്നെ ഞാൻ മാർബിൾ ഗ്രാനൈറ്റ് രംഗത്തേക്ക് കാലെടുക്കുന്നത്. ഈ 91-ന് ശേഷമാണ് കേരളത്തിലൊന്നായിട്ട് ഈ മാർബിൾ രംഗം കാര്യമായിട്ട് പച്ച പിടിക്കുന്നത്. അതിനൊരു കാരണക്കാരൻ ഞാൻ തന്നെയാണ്. കാരണം നേരത്തെ മൊസൈക്ക് അടപ്പ ബിസിനസ് ചെയ്തവരൊക്കെ ഞാൻ ഈ മാർബിൾ ഗ്രാനൈറ്റിലേക്ക് ഡൈവേർട്ട് ചെയ്തു. അത് മൊത്തം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാട്ടാക്കട മുതൽ ഞാനിങ്ങനെ കാസർഗോഡ് ബുന്തിയോട് ഈ ബോർഡർ ഓഫ് ദി കാസർഗോഡ് മീൻസ് കേരളത്തിൻ്റെ 2 ബോർഡറുകൾ, അത് 3-4 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തന്നെ അത് ഈ കർണാടകയും തമിഴ്നാടാവുന്ന അതിൽ അത്രത്തോളം ഈ മൊത്തം കേരളത്തിൽ അതിൻ്റെ ഞാനൊരു മീഡിയേറ്റർ എന്ന അർത്ഥത്തിൽ സപ്ലൈ ആണ്. പിന്നെ ഏതാണ്ട് 10 സ്വന്തമായിട്ട് ഗോഡൗണും കാര്യങ്ങളും വെച്ചിട്ടുള്ള വെറുതെ. നേരത്തെ ഞാൻ ഇതിൻ്റെ ഒരു മീഡിയേറ്റർ ഒരു സപ്ലയർ ഏജൻറ്റ് അർത്ഥത്തിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് വലിയൊരു ഫലം കണ്ടിട്ട് ഞാൻ രംഗത്ത് വളർന്നു വരുന്നു. ആ രീതി തന്നെയാണ് ഇന്നിവിടെയുള്ള വ്യാപിച്ച് കിടക്കുന്ന എല്ലാ മാർബിളുകാരും എല്ലാ മേജർ മാർബിൾ ഗ്രാനൈറ്റിൻ്റെ ആളുകളും ഞാൻ വളർത്തിക്കൊണ്ടെന്നാണ് എനിക്ക് പോകുന്നത്. അവരൊക്കെ നിഷേധിക്കാനോ കരുതിയതല്ല. പലരും എന്നോട് വലിയ കച്ചവടക്കാരായിരിക്കണം. അവരിന്നും എന്നോട് വളരെ നന്ദിയുള്ളവരാണ്, ബഹുമാനമുള്ളവരാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ രംഗത്തേക്ക് അവർ പിടിച്ചെത്തിച്ചു എന്നും അവർ എന്നെക്കാട്ടി വളർച്ചയൊക്കെ എത്തിയവരൊക്കെ ഉണ്ട്. മീൻസ് ഓർമ്മയും ഒരുപാട് ഇവിടെ അറിയപ്പെടുന്ന കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫേമാണ് ഓർമ്മയും. അങ്ങ് തുടങ്ങിയിട്ട് അപ്പം പലരുണ്ട്. അതൊക്കെ അവർക്കും ഇന്നിപ്പം എന്നോട് വളരെ നന്ദിയുള്ളവരോ ഇത് ഈ ഒരു CP മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന നമുക്ക് അവകാശപ്പെടാനാവുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സാധാരണ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെറ്റീരിയലും പിന്നെ കൊമേർഷ്യൽ മെറ്റീരിയലൊക്കെ ഉണ്ടാവുന്നതാണ്. അത് ഞാനതിൻ്റെ മാക്സിമം ക്വാളിറ്റി മെറ്റീരിയലേ എടുത്താറുള്ളൂ. അതിന് കംപ്ലൈൻ്റ് ഒന്നും പിന്നീട് വരാൻ പാടില്ല.
ഇപ്പോൾ ധാരാളം പേര് ഈ സ്വന്തം കൺസ്യൂമർ നിർത്തത് കൺസ്യൂമർ ഇതിൽ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ പോയിട്ട് പലരും കൊണ്ടുവരാറുണ്ട്. അതൊക്കെ ക്രമേണ കംപ്ലയിൻറ്റ് വരുന്ന മെറ്റീരിയൽ, ഞങ്ങൾ എടുക്കാത്ത ഞങ്ങൾ ആവശ്യപ്പെടാത്ത സാധനങ്ങളാണ് അത് അവർ കിട്ടുന്നത്. എന്താണ്, അതായത് അതിന് കംപ്ലയിൻറ്റ് വരും, കംപ്ലയിൻറ്റ് നേരത്തെ ഉണ്ടായിരിക്കും. ഈ കംപ്ലയിൻ്റ് ആയാലും പോയിട്ട് അവിടെ പോയിട്ട് പറയാനോ പരാതി പറയാനോ തയ്യാറില്ല. നേരെ മറിച്ച് ഞാൻ കംപ്ലയിൻറ്റുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലങ്ങൾ കഴിഞ്ഞാലും ചിലരൊന്ന് പരാതി പറയും. അതെനിക്കൊരു പ്രയാസമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അത് ചെയ്യാറില്ല. കുറഞ്ഞ മെറ്റീരിയൽ വില കുറച്ച് കിട്ടും, പക്ഷേ അത് ഇതാരും ബാംഗ്ലൂരോ മറ്റോ പോയിട്ട് എടുക്കുന്നവൻ ഇതാരും കംപ്ലയിൻറ്റ് പറഞ്ഞ് അങ്ങോട്ട് പോകത്തില്ല. പോയാൽ അവന് അനുഭവം മറ്റൊന്നായിരിക്കും. ഞാൻ പുറത്ത് പറയുന്നില്ല, അനുഭവം മറ്റൊന്നായിരിക്കും. എനിക്കിത് ഞാനൊരു പഴയ ഒരു സ്റ്റാൻഡേർഡ് ബിസിനസ്സിൻ്റെ അർത്ഥത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്ത കമേഴ്ഷ്യൽ മെറ്റീരിയൽ കൊണ്ടുവന്ന് വിൽക്കാൻ ഞാൻ താല്പര്യപ്പെടാറില്ല. അതെനിക്ക് താല്പര്യം. പിന്നെ ഇപ്പം ഈ കേരളത്തിൽ ഒന്നായിട്ടെന്നുള്ളപ്പോൾ എനിക്ക് നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞ കൊടുവള്ളിയിൽ മാത്രമല്ല ആലുവയിലും ഉണ്ടായിരുന്നു. ആലുവയിൽ കിഴക്കമ്പലത്ത് ഷോപ്പ് ഉണ്ടായിരുന്നു. അത് നടത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ഞാൻ ഒഴിവാക്കിയത്. അത് CPM മാർബിൾസിൻ്റെ പേരിൽ തന്നെ ആയിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ കൗണ്ടർ കൂടുതലിടുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്, മുടക്കും കാര്യമാണ്. പിന്നെ നമുക്ക് മെയിൻ പവർ എൻ്റെ അടുത്ത് കുറവാണ്. ഞാനൊരു മകനാണുള്ളത്. ഞങ്ങൾക്ക് എത്രത്തോളം ജോലി ചെയ്യാണ്, പിന്നെ അത്രത്തോളം മെയിൻ പവർ അങ്ങനെ വാരി വലിച്ചുണ്ടാക്കണമെന്ന് താല്പര്യം എനിക്കില്ല. ഒരുപക്ഷെ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ടാവണം കസ്റ്റമേഴ്സൊക്കെ പുറം സംസ്ഥാനങ്ങളിൽ പോയി മാർബിൾ, ഗ്രാനൈറ്റ്, ടൈൽസ് തുടങ്ങിയവ എടുക്കുക. എനിക്ക് തോന്നുന്നു നമുക്കറിയാൻ സാധിക്കുന്ന കുറേ ഒരു സറൗണ്ട്സിലൊക്കെ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിന് പോലും ഇവർ മറ്റ് രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ സമീപിക്കുന്നത് കാണാം. ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇതുകൊണ്ടുള്ള ദോഷവശങ്ങളും നല്ല വശങ്ങളും ഒന്ന് പറയാമോ? നല്ല വശങ്ങളില്ല എന്നാണ് എൻ്റെ പഠനം. ഞാൻ ഇത്ര കാലം പഠിച്ചു നല്ല വശങ്ങൾ കാരണം മറ്റുള്ളവന് ഇതൊരു പുതിയ രംഗമാണ്. ഞാൻ ഈ രംഗത്ത് ഒരുപാട് പരിചയം കൊണ്ട് എനിക്കത് നല്ല വശവും മോശവശവും എനിക്കറിയാവുന്നതാണ്. നല്ല വശങ്ങൾ ഒരിക്കലും ഈ രംഗത്ത്, കാരണം ഇവൻ പുതുതായിട്ട് വരുന്നതാണ്, നല്ല വശങ്ങൾ അവൻ ചിന്തിക്കുള്ളൂ. പക്ഷേ നല്ല വശങ്ങൾ ഒരിക്കലും ഇല്ല. അതിങ്ങനെ പറ്റിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ്. സാധാരണ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എൻ്റെ അടുത്ത് സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ സാധാരണ 2-4 സ്ക്വയർ ഫീറ്റ് കുറവ് വന്നാൽ അവൻ ഇവിടെ വന്നിട്ട് ക്ലെയിം ചെയ്യുകയും അവന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. നേരെ മറിച്ച് അവിടെ പോയിട്ട് 10-20% കുറവുണ്ട്. ഈ അളവിലൊക്കെ പറ്റിപ്പൊക്കെ ഉണ്ട്. അത് പക്ഷേ ആരും പറയത്തില്ല. എന്തായാലും ഈ ദുരഭിമാനം എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അവർ പിന്നെ എന്തു പറഞ്ഞാൽ അവർക്ക് ഇതിങ്ങനെ വന്നുപോയി അല്ലെ സംഭവിച്ചു പോയി എന്നൊന്നും അവരാരും പറയില്ല, പറയാൻ മടിയാണ്. കാരണം വലിയ ഒരു സംഭവമായിട്ട് അങ്ങോട്ട് പോയതാണല്ലോ. അത് പിന്നെ തോറ്റു പരാജയം സമ്മതിക്കാൻ പലർക്കും പ്രയാസമാണ്. അതാണ് ഇത് സാറ്. അപ്പോൾ ഇതിന് ദോഷവശങ്ങളേ ഉള്ളൂ. അതിപ്പോൾ കൊണ്ടുവന്നവരോട് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചാൽ പലരും പറഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങളത് വിട്ടുപോയി എന്ന് തന്നെ പറയാറുണ്ട്. അത് വളരെ ചുരുക്കം പേര് സത്യം തുറന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് വിട്ടുപോയി സംഭവിച്ചു നമ്മൾ എന്ത് ചെയ്യാൻ. അപ്പം നമ്മൾ ആ രീതിയിൽ ചിന്തിച്ച് കുറവുണ്ട് എന്ന് പലരും പറഞ്ഞു. വേറെ കൊണ്ടുവന്നാൽ കുറവുണ്ട്. അപ്പോൾ അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരും കൂടി അതിൽ പെടുത്തുക എന്നുള്ള ഒരു ധാരണ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ബാംഗ്ലൂരും മറ്റൊക്കെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതിൻ്റെ പേരിൽ ഒരു ആൾ പറഞ്ഞേക്കുക നിങ്ങളെടുത്തോളൂ, എനിക്ക് എൻ്റെ സർവീസ് ചാർജ് തന്നാൽ മതി, ഞാനതിന് മെനക്കെടായിരുന്നു. കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ പോയിട്ടോ, ഞാനതിൻ്റെ ഇടപെടില്ല എന്ന് തന്നെ പറയാറ്. കാരണം അവിടെയുള്ള പറ്റിപ്പ് കാരണം ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഇപ്പം ഫാക്ടറിക്കായിട്ട് ബന്ധപ്പെടുവാണെങ്കിലും എന്നോട് വരെ പറഞ്ഞത് ഇവർക്ക് ഒരു വർഷം കുറച്ചാണ് ഓർമ്മ, എന്നെക്കാട്ടി കുറച്ച് പറയും. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമുണ്ട്. ഞാൻ കക്കാതെ കള്ളനായി മാറണേ. എന്നോട് ഒരു എക്സാമ്പിൾ 100 രൂപ പറഞ്ഞ സാധനം അപ്പുറത്താവുമ്പോൾ എന്നെ ചോദിക്കേണ്ടത് 90 രൂപയ്ക്ക് തരാമെന്ന്. അപ്പോൾ ആളുകൾ വിചാരിക്കും ഞാൻ 10 രൂപ വേറെ അടി കൂടിയ അറിയാത്ത രീതിയിൽ ചാമ്പന്ന് കള്ളത്തരം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ മുമ്പേ നിൽക്കാറില്ല, എപ്പോഴും നിൽക്കുന്നില്ല. പലരോട് പറയുക സർവീസ് ചാർജ് എന്തെങ്കിലും ആളുണ്ടെല്ലാം പറ്റുന്നുണ്ട്, ഞാൻ എനിക്കത് കഴിയില്ല, നിങ്ങൾ നേരിട്ട് കൊടുത്തോളൂ. അപ്പോൾ എന്താ സംഭവം തന്നെ, അവന് ഈ 10 രൂപ കുറച്ച് കഴിഞ്ഞാലും അവന് 100ൻ്റെ സാധനം 110 കിട്ടും. എന്നോട് 100 വാങ്ങിയാൽ 95 90 അവൻ്റെ പെട്ടിയിൽ കൊള്ളും. അപ്പോൾ ഈ കള്ളത്തരം എന്നുള്ളത് സത്യത്തെ അവർക്കുള്ളൊരു പൊതുവെ മാർവാടീസാണ് ഈ രംഗത്ത് കൂടുതൽ ഇത് കൈകാര്യം. അവർക്കൊന്നും
ഈ നമ്മുടേതായ ഒരു തർബിയത്ത് മീൻസ് അറബി പറയും തർബിയത്ത് നന്മ അവർക്ക് ഒരിക്കലും ഇല്ല. അവർക്ക് സാമ്പത്തികം അത് മാത്രമേ ഉള്ളൂ. അത് അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ പൈസ അത് തന്നെ ഒരു പൈസ ഭഗവാൻ ഹേ എന്നറിയുന്ന വിഭാഗക്കാരാണ് ഇത്. അപ്പോൾ അവരോട് നമ്മൾ പല രംഗത്തും നമുക്ക് അവരോട് യോജിച്ച് പോകാൻ കഴിയും. പക്ഷേ ബിസിനസ് ഞാനായിട്ട് അവരായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ മാനസികശാസ്ത്രം പഠിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് എനിക്കറിയുകയും ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അതെ. അപ്പോൾ അതെങ്ങനെ പിന്നെ ആരോ മനഃശാസ്ത്രം പഠിച്ച് ഞാൻ കൊല്ലങ്ങളായിട്ട് അവരായിട്ട് ബിസിനസ്സൊക്കെ നടത്തുന്നത്. പക്ഷേ അവരെ പറ്റി എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം അവർക്ക് സാമ്പത്തികം മാത്രമേ അവർക്ക് കാഴ്ചപ്പാട് മറ്റു രീതിയിലൊരു അവർ കാണുകയില്ല. ഏത് ഒരു മനുഷ്യത്വം എന്നൊക്കെ പറയാൻ അവർ വളരെ കുറവാണ്. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് താങ്കൾ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ്സുകാരെന്ന് ഓർത്തത് ഞാൻ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയില്ല. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തു. ഞാൻ ഇവിടെ പാലിയേറ്റീവിൻ്റെ വെളിമുക്ക് പാലിയേറ്റീവ് സെൻ്ററിൻ്റെ പ്രസിഡൻ്റാണ്, സക്കാത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് ജനങ്ങളെ എത്തിക്കാവുന്ന വെറും പ്രസിഡൻ്റായി നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തനം എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ പല സംഘടനകളും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് എത്താവുന്ന ഒരു ചാനലിൽ കൂടിയേ പ്രവർത്തിക്കുള്ളൂ. സ്വന്തമായിട്ടൊരു പ്രസിഡൻറ്റും പറഞ്ഞിരിക്കുന്ന രീതി എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യില്ല. അപ്പോൾ എന്ത് പ്രവർത്തനമുണ്ട് ജനങ്ങളെ എത്തിക്കണം. ജനങ്ങൾക്ക് ഇവിടെ മാത്രം ഇത് മാത്രം പോരാ. നമ്മൾ ആരാധനാകർമ്മങ്ങൾ ഇതും കൂടി ജനസേവനം കൂടി ആരാധനാകർമ്മങ്ങൾ പെട്ടതാണ് വിശ്വസിക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. ആദ്യം ഒരു മകളുടെ കല്യാണത്തിൽ 5 നിർദ്ധരായ യുവതികളുടെ കല്യാണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ മകളുടെ കല്യാണത്തിലും അത് 5 നിർദ്ധരായ കുട്ടികൾ. എൻ്റെ കല്യാണത്തിന് പലരും എൻ്റെ ബിസിനസ് ബന്ധം കൊണ്ട് പലരും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു. ഞാനന്ന് മാതൃഭൂമി പത്രം ഞാൻ വാങ്ങാറില്ല. ഈ മാതൃഭൂമി പത്രത്തിലത് വലിയ സംഭവമാക്കിയിട്ട് ഫസ്റ്റ് പേജിൽ തന്നെ ഈ ടോട്ടൽ എല്ലാവരുടെ ഫോട്ടോ സഹിതം എല്ലാ എഡിഷനിലും ഇനിയിപ്പോൾ ചെയ്യാനും താല്പര്യമുണ്ട്. ഞാനൊരു മനസ്സിലുണ്ട് എൻ്റെ ചെറിയൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കൺവെൻഷൻ സെൻറ്റർ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇതേമാതിരി ഒരു സംഭവമാക്കി മാറ്റണം താല്പര്യമുണ്ട്. അതിൻ്റെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളോട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനങ്ങനെ 10 കുട്ടികളുടെ കൂടെ നടത്തണം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷ എനിക്ക് എല്ലാവരോടുണ്ട്. CP സാർ, ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ഇപ്പോൾ CP മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് വലിയൊരു പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ്. ഇനി ഇതിനെന്തെങ്കിലും പുതിയ ശാഖകളുടെ തുടക്കമോ അല്ലെങ്കിൽ ഇതിനി ഒന്നുകൂടെ വികസിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളോ ചിന്തകളോ താങ്കൾക്കുണ്ടോ? അതോടൊപ്പം തന്നെ പുതുതായി ആരംഭിക്കാനുള്ള എന്തെങ്കിലും ഭാവി പരിപാടികൾ ബിസിനസ്സുമായി സംബന്ധിച്ച് തന്നെയാണ് ചോദ്യം. കൂടുതൽ അമിതമായ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതൊക്കെ ചെയ്യാവുന്ന പരിധിക്ക് ഉള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാൻ ഒരു വലിയ കാര്യമായ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് ഏതാണ്ട് ഒരു 3-4 മാസത്തിനുള്ളിൽ പൂർത്തിയാവുമെന്ന് ഉദ്ദേശിക്കുന്നു. 4 മാസത്തിനുള്ളിൽ. അതെ. പിന്നെ പേരെന്താണ് ഉദ്ദേശിക്കുന്നത്? അത് CP കൺവെൻഷൻ സെൻറ്റർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫർണിച്ചർ രംഗത്തേക്കും എൻ്റെ മകളെ ഭർത്താവ് ഫർണിച്ചർ രംഗത്ത് കാര്യമായ ഫർണിച്ചർ രംഗത്തേക്കും ചില കൽവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരും CP എന്നുള്ളത് അത് മഹാരാജ ഫർണിച്ചർ എന്നാണ്. മഹാരാജ ഫർണിച്ചർ. അതെ. അപ്പോൾ അത് ഏതാണ്ട് ആ രംഗത്തേക്കും നമ്മൾ ചില പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിപുലീകരിക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർബിൾ എന്നുള്ള രംഗം ഇപ്പോൾ കൊടുവള്ളിയിലും മറ്റും ആലുവയിലും ഉണ്ടായിരുന്നു നേരത്തെ ഷോപ്പ്. അതും ഞാൻ എത്തിപ്പെടാത്തതിൻ്റെ പേരിൽ നോക്കി നടക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഞാൻ ആലുവയിലുള്ള ഷോപ്പ് ഞാൻ ഒഴിവാക്കിയത്. നടക്കാൻ കഴിയും. കൊടുവള്ളിയിലുണ്ടൊന്ന് ഇവിടെയുണ്ട് കരിമഞ്ഞ. അപ്പം ഇവിടെ തന്നെ അധികം ഉണ്ടാകാറ്. കൂടുതൽ കറങ്ങാനുള്ള താല്പര്യമൊന്നും ഇപ്പോഴില്ല. മുമ്പ് കറങ്ങിക്കൊണ്ടിരുന്നു ആ രീതിയിൽ നടന്നു. ഇപ്പോൾ പുതുതായിട്ട് അങ്ങനെ പ്രത്യേക ഒന്നും ഉദ്ദേശിക്കണമെന്നില്ല. പിന്നെ മിനാർ TMT സ്റ്റീലിലൊക്കെ ഒരു ഡയറക്ടറാണ്. ഒരുപാട് ബിസിനസ് പ്രോപ്പർട്ടീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നവരുണ്ടാവാം. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് യഥാർത്ഥ അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള മാർബിളും ഗ്രാനൈറ്റും ഒക്കെ തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നമ്മൾ പറയുന്നത് ഇത് തിരിച്ചറിയുന്നൊക്കെ പല അഭിനയിക്കുന്നതാണ്. തിരിച്ചറിയുക 100% എനിക്കറിയാം. തിരിച്ചറിയില്ല. ഒരു സാരത്തെ പറ്റി ക്വാളിറ്റിയെ പറ്റി ഇത് നാച്ചുറൽ സ്റ്റോണാണ്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഇത് മാനുഫാക്ചർ ചെയ്യുന്നതല്ല.
മാനുഫാക്ചർ ചെയ്യുന്ന ചിലപ്പോൾ നമുക്ക് തിരിച്ച് കമ്പനിയുടെ ഇതൊക്കെ വെച്ചിട്ട് കമ്പനിയൊന്നും പ്രസക്തമല്ല. ഇന്നെല്ലാവരും വെറുതെ ബ്രാൻഡഡ് പേരൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നല്ലാണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരേ സാധനം, ഒരേ മണ്ണ്, ഒരേ കാര്യങ്ങൾ. ആർട്ടിഫിഷ്യലിനെ പറ്റിയാണ് പറയുന്നത്. ഒരേ മണ്ണ്, ഒരേ ഗ്ലേസ് മറ്റൊക്കെ കൊടുക്കുന്നത്. പക്ഷെ നേരത്തെ അതിന് കമ്പനിയുടെ സ്റ്റാൻഡേർഡ് കമ്പനിയും എല്ലാത്തവരും ഉണ്ടായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പോൾ എല്ലാം ഉണ്ടാക്കുന്ന ഒരേ, പലരും ഈ വലിയ കമ്പനികളൊക്കെ ചെറിയ സാധാരണ കമ്പനികളിൽ നിന്ന് ജോബ് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് സാധനത്തിന് യാതൊരു കുഴപ്പം. പിന്നെ പറയൽ അവിടെ ഗുജറാത്ത് ടൈൽസും മറ്റേ ഗുജറാത്ത് ടൈൽസും എല്ലാം ഗുജറാത്ത് ടൈൽസ് തന്നെയാണ്. ഗുജറാത്തിനാണ് ഇത് ഏറ്റവും വലിയ മേഖല. ഇത് മാർബിൾ വരുന്നിട്ട് രാജസ്ഥാനിലുമാണ് ഇത്. അപ്പോൾ ക്വാളിറ്റി മാർബിളിൽ തന്നെ നമ്മൾ നാച്ചുറൽ സ്റ്റോണാണ്. അത് നമുക്ക് പിന്നെ കുഴിച്ചെടുക്കുന്ന പാറയാണ്. അത് പല ക്വാളിറ്റി ഉണ്ടോ. ക്വാളിറ്റിക്ക് ഇതിൻ്റെ ഭംഗിക്കനുസരിച്ചാണ് വിലയുടെ വ്യത്യാസം. ഇത് ചിലതൊക്കെ മങ്ങുന്ന കളറുകളുമുണ്ട്, ക്രമേണ മങ്ങൽ വരും, അതും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ പേരുകളൊക്കെ പലരും അവനക്കനുസരിച്ചൊക്കെ പേരുകൾ മാറ്റി പറയും. ഇപ്പം ഞാൻ എൻ്റെ ഷോപ്പിൽ വന്നിട്ട് എൻ്റെ ഷോപ്പിൽ എക്സാമ്പിൾ പറയാം. ഞാൻ അങ്ങനെ പേര് മാറി ഒരേ പേര് തന്നെ പറയുള്ളൂ. എൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഞാനൊരു സാധനത്തെ വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പേര് മാറ്റി പറയുന്നത് എന്തുദ്ദേശം വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ, മറ്റൊരുത്തേയും പോയിട്ട് എവിടെയെങ്കിലും അവൻ ഈ പേര് ചോദിച്ചാൽ അവിടെ കിട്ടാൻ പാടില്ല, കാണാൻ പാടില്ല. അതിൻ്റെ ദുരിതം അതൊക്കെ പല കച്ചവടക്കാരും ചെയ്യുന്നതാണ്. ഞാൻ പിന്നെ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന ബിസിനസ് എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ പലരും പേര് മാറ്റി പറയും. പേര് മാറ്റി പറയുമ്പോൾ ഈ സാധനത്തിൻ്റെ പേര് ചോദിച്ചിട്ട് അപ്പുറം ചോദിച്ചാൽ അവനക്കിത് കൈമലർത്തും. എനിക്ക് ഇങ്ങനെ സാധനം ഇല്ലാന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുക ഇത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇതിൽ തട്ടിപ്പ് എല്ലാവരും നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, ഞാനങ്ങ് ചെയ്യുമില്ല. ഞാൻ നേരെ സ്ട്രൈറ്റ് ഫോർവേഡ് അത്രേ പഠിച്ചിട്ടുള്ളൂ. പഴയ ചെറുപ്പകാലം മുതലേ ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ. അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ഇനി പ്രായം കുറച്ചൊക്കെ ആയില്ല, ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാതെ. ഗ്രാനൈറ്റും മാർബിളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ സാമ്യമോ ഉണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? രണ്ട് തരത്തിലുള്ള മെറ്റീരിയലാണ്. ഗ്രാനൈറ്റ് മാർബിൾ രണ്ട് തരം തന്നെ. ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ടെൻസിറ്റി കൂടിയതാണ്, കുറച്ച് ടെൻസിറ്റി കുറഞ്ഞതാണ്. അപ്പോൾ അത് രണ്ട് മെറ്റീരിയൽ തന്നെയാണ്. ഇതിപ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി പോളിഷ് ചെയ്തിട്ട് വരുന്ന സാധനം. അത് കൊണ്ടുവന്ന് നമ്മൾ ലേ ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട. മാർബിൾ എന്ന് പറഞ്ഞാൽ പലപ്പോൾ പോളിഷ് ചെയ്യുന്നു കിട്ടുന്നതുകൊണ്ട്, പോളിഷ് വരുന്നതുകൊണ്ട്, പോളിഷ് വരാത്തതുകൊണ്ട്. പോളിഷ് വന്നാലും അത് കൊണ്ടത് അങ്ങനത്തെ വിരിച്ചാൽ മതി. അത് പിന്നെ മറ്റേത് വിരിച്ചതിന് ശേഷം ഗ്രൈൻഡ് ചെയ്ത് രണ്ടാമത് പോളിഷാക്കി എടുക്കേണ്ടതൊക്കെ ഉണ്ട്. ഗ്രാനൈറ്റിന് ആ പ്രശ്നമില്ല ഇവിടെ തന്നെ. പിന്നെ ഈ ഇമ്പോർട്ടൻ്റ് മാർബിളുകളും വരുന്നുണ്ട്. അതിനൊന്നും വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. അത് ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഈഗോ ആണത്. ഏത് ഇമ്പോർട്ടൻ്റ് ഇടണം, വില കൂടിയത് ഇടണം എന്നുള്ളത്. അത് പക്ഷേ നമ്മളതിനോടൊപ്പം പോകും. ആളുകൾ താല്പര്യം എന്താ വെച്ചാൽ നമ്മളതിപ്പോൾ നമ്മുടെ ബിസിനസ്സല്ലേ. അപ്പോൾ ഒരു പക്ഷേ ഞാനതിനെ പറ്റിയിട്ട് മോശമായി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് മാർബിളിനെ പറ്റി ഞാൻ മോശമായി പറയുകയാണെങ്കിൽ, ഞാനിത് വെക്കാതെ അവൻ പറയുന്നത് അവരിത് ഇല്ലാഞ്ഞിട്ടാണല്ലോ എന്ന് പറയാം. അവരിത് ഇല്ലാഞ്ഞിട്ടാണല്ലോ അവർ ഇങ്ങനെ പറയുന്നത്. അത് പിന്നെ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അവർ അംഗീകരിക്കും. മറ്റേത് വെക്കാതെ പറയുകയാണെങ്കിൽ അവരത് ഇല്ലാത്തതിൻ്റെ പേരിലാണ് അവരിങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാനത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാനത് ഡീൽ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ പ്രത്യേക ഒരു രീതിയാണ്. ഇന്ത്യൻ മാർബിൾ അളക്കുന്ന മാതിരിയല്ല അളവ്. അത് ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ അത് മാത്രം ലെസ് ചെയ്യുക, മൊത്തം അളക്കുക. എന്നിട്ട് ഇപ്പോൾ ഭാഗം പോയി കഴിഞ്ഞാൽ മൊത്തം അളക്കുക. അത് പ്രകാരം തന്നെ അതിൻ്റെ അളവ് മൊത്തം ഇൻ്റർനാഷണലായിട്ട് അങ്ങനെ തന്നെ നിയമം. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് പിന്നെ ആളുകളെ കുറ്റം പറയല്ല ഞാൻ. ആളുകൾക്ക് ഇങ്ങനെ ഇറ്റാലിയൻ ആവണോ മറ്റേതാവണോ പറഞ്ഞ രീതിയിലുള്ള അതിന് നല്ല മാർബിൾ ഇന്ത്യത്തിൽ കിട്ടാണ്ട് ഇത്. അപ്പോൾ ഇറ്റാലിയൻ കൊണ്ട് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബ്ലിസിനായിട്ട് പുറത്തോട്ട് പോവുകയാണ്. വേറൊന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളത് കാരണം തുറന്നു പറയും. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ട് എന്നൊക്കെ നമുക്ക് പറയണതിന് ആ ഒരു ഇതുമില്ല. ഏതാണ്ട് എല്ലാ സാധനവും ഉണ്ടായതുകൊണ്ട് എനിക്ക് പറയുന്നതിന് ഒന്നിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഇല്ലെങ്കിൽ അതിൻ്റെ മോശമായ അഭിപ്രായമാണ് എനിക്ക് പറയാവുന്നതിന് തെറ്റൊന്നും ചെല്ലും. CP മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നത് വളരെ
വൈഡായിട്ടുള്ള കളക്ഷൻസ് നമുക്കുണ്ട്. ഒരുപാട് ഏരിയകളുണ്ട്, ഏക്കർ കണക്കിന് ഗ്രാനൈറ്റ് മാർബിൾ സെലക്ഷൻസ് നമുക്കുണ്ട്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ തരം കാര്യങ്ങൾ, ഏതൊക്കെ തരം ബ്രാൻഡുകൾ അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ തരം മാർബിളുകളുടെ വ്യത്യസ്തത നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും, അവർക്ക് ചൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഈ രംഗത്ത് എനിക്ക് അറിയാവുന്നതുകൊണ്ട്, ഈ രംഗം നേരത്തെ അറിയാവുന്നതുകൊണ്ട്, ഇത് എവിടെ നിന്ന് വരുന്നതാണ്, എവിടെ നിൻ്റെ മൈൻഡ്സ് കിടക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഏതാണ് ആന്ധ്രയിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയലും അല്ലെങ്കിൽ തമിഴ്നാടെന്നോ മഹാരാഷ്ട്രയിൽ നിന്ന് എവിടെ നിന്നാണ് മെറ്റീരിയൽ കിട്ടുന്നത് അവിടെ ഞാൻ പർച്ചേസ് ചെയ്യുള്ളൂ. ഇവിടെ ഒരു കളക്ഷൻ, വൺ ഓഫ് ദി കളക്ഷൻ ഏരിയയാണ് ഇത് ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞത്. അത് പലയിടത്തുനിന്ന് വരുന്നത് അവർ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ ഡീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഞാനതിന് നിൽക്കാറില്ല. ഞാൻ ബാംഗ്ലൂർ എടുക്കുന്നുണ്ട് ചില ഐറ്റംസൊക്കെ, ബാംഗ്ലൂർ പരിസരത്തുണ്ടായ ചില മെറ്റീരിയലൊക്കെ ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത്. ആന്ധ്രയിൽ നിന്ന്, ഒറീസയിൽ നിന്ന് എടുക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് എടുക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്, രാജസ്ഥാനിൽ നിന്ന് എടുക്കുന്നുണ്ട്, മധ്യപ്രദേശിൽ നിന്ന് എടുക്കുന്നില്ല. വ്യത്യസ്ത മേഖലകളിലാണ് ഈ മൈൻസ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം മറ്റേത് ഒരു ഡീലർ തത്വത്തിൽ അവൻ പൊൻകൂട്ടിയാണ് അവർക്ക് എക്സ്പെൻസ് കളക്ട് ചെയ്യണം. നമ്മൾ നേരിട്ട് അവിടെ നിന്ന് ലോഡ് വരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നേരിട്ട് ലോഡ് വരുന്നത് കൊണ്ട് നമുക്ക് ആ മീഡിയേറ്റർ വയ്ക്കുമ്പോൾ മീഡിയേറ്റർ ലാഭം വേണം. മീഡിയേറ്ററിൻ്റെ എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്യുമ്പോഴേക്കാണ് അത് ഒരു കണക്കിൽ വില കൂടും. പിന്നെ പലരും പല രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള പോക്കാണ്. ഒരു സാധനത്തെ പറ്റി ഇല്ലാത്ത സാധനത്തിന് വില കുറച്ച് പറയുകയും ഉള്ളതിന് വില കൂട്ടി പറയുകയും, എന്നോടൊരു സാധനം വില ചോദിച്ചു, ആ സാധനം പോയിട്ട് അവിടെ ചോദിക്കുകയാണ്, അവിടെ അപ്പുറം ചോദിക്കുകയാണ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞ സാധനത്തിന് 10-25 രൂപ കുറച്ച് പറയും, പക്ഷേ സാധനം ഉണ്ടാവില്ല, അതത്രേ വില ഉള്ളൂ എന്ന് പറയും. ഇങ്ങോട്ട് ഇതെടുത്തോളി എന്നുള്ള അങ്ങനെയൊക്കെ ഒരു സൽക്കാരൊക്കെ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ല ഈ രംഗത്തുള്ള ഒരുപാട് ഈ ഗെയിമുകൾ അതൊക്കെ എനിക്കറിയാം. ഞാൻ ഒന്നാമത് ഈ കസ്റ്റമറായിട്ടും അറിയുന്നതുകൊണ്ടും ബാക്ടറിയും ഡീലർ ഒക്കെ എല്ലാവരും മാനുഫാക്ചേഴ്സൊക്കെ അറിയുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ ഈ ഗെയിമുകളൊക്കെ ഏതാണ്ട് ഗെയിമുകളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ആ ഗെയിമിൽ ഞാൻ നിൽക്കാറില്ല. ഇത് ഇങ്ങനെയുള്ള ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന യുവ ബിസിനസ്സുകാർക്ക് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം കൊടുക്കണമെങ്കിൽ അവരുടെ ഉപദേശമാണ് ഞാൻ കൊടുക്കുകയും ചെയ്യും, അതിന് ഫ്രീ ആയിട്ട്. അത് ഞാൻ ആരും മിക്കവാറും ഒരു താല്പര്യമില്ല. പിന്നെ ഈ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പറഞ്ഞു കൊടുക്കും. ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കേസാണ്. പലപ്പോഴും ഞാൻ നേരത്തെ ഒക്കെ ബിസിനസ് ചെയ്യുന്നതിനും ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്ത് ബിസിനസ്സായിരുന്നു ചോദിക്കാറുണ്ട്. അതിന് കാരണമുണ്ട്. എന്താ ഒരു ബിസിനസ് ചെയ്യാൻ വരുന്ന ഒരു കാര്യം അന്വേഷിക്കാൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഉപദേശം നേടാൻ വന്നപ്പോൾ എന്താണ് ഇയാൾ ബിസിനസ്സിനെ പറ്റി ചോദിക്കണമെങ്കിൽ ചിലപ്പോൾ ചിലർ പറയും, ഞാൻ പലരും തുറന്നും പറഞ്ഞിട്ടുണ്ട്, ഹോട്ടൽ ബിസിനസ്സുകാർ, ബേക്കറി ബിസിനസ്സുകാർ, ഇവരൊക്കെ ഈ മാർബിൾ രംഗത്തേക്ക് വരുമ്പോൾ ഞാൻ പലപ്പോഴും അവർ മുടക്കിയിട്ടുണ്ട്. നിങ്ങളത് നിൽക്കേണ്ടതെന്ന്. എന്തുകൊണ്ടാണ് നിൽക്കേണ്ടതെന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, നിങ്ങൾ ലാഭം വൈകുന്നേരം ലാഭം നിന്ന് വരാം, ഇത് ലാഭം എണ്ണാൻ കഴിയില്ല. ഇത് ചിലപ്പോൾ ഒരു സാധനം വരും, നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം ആളുകൾ ഇഷ്ടപ്പെട്ട് ഞാൻ സാധനം അവിടെ കിടക്കും. ഇത് കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം അവിടെ കിടക്കും. അപ്പോഴേക്കും നിങ്ങളിതിൻ്റെ ലാഭം ഇത് വേറെ ഇതിലാണെങ്കിൽ വൈകുന്നേരം ലാഭം ഉള്ള ടീമാണ് നിങ്ങൾ. ഒരു സമയത്തിൻ്റെ അടുത്ത് ഒരു പലിശ കൊടുക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് മാർബിൾ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഉപദേശം നടക്കും. നിങ്ങൾ തുടങ്ങണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ ലാഭം അന്ന് പോലെ കൗണ്ട് ചെയ്യുന്ന ആളാണ്. ഇത് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങണ്ട, ഞാനതിൻ്റെ യാതൊരു സപ്പോർട്ട് ഞാൻ തരില്ല. പറഞ്ഞാൽ നിങ്ങളെ സ്വന്തം ചെയ്യാൻ ഞാനതിനൊരു സപ്പോർട്ട് തരാൻ തയ്യാറില്ല. കാരണം നിങ്ങളൊരു പൈസ ആർക്കെ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങളതിന് ഇൻട്രസ്റ്റ് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. ഇത് ഈ സാധനം കൊണ്ട് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറയും 1 കൊല്ലത്തിനൊരു സാധനം വിറ്റ് ഞാൻ 2 കൊല്ലത്തിന് വിറ്റേ, അപ്പോൾ ഇത് കണക്കൂട്ടിൽ കൊടുക്കും. എൻ്റെ പൈസയുടെ കിടക്കട്ടെ, ഇതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര വരുന്നത്, അപ്പോൾ നിങ്ങൾ തുടങ്ങണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തീർത്തും അതിനോട് സഹകരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയ 1-2 കേസുകളുണ്ട്. അങ്ങനത്തെ പെട്ടെന്ന് ലാഭം എണ്ണാവുന്ന ഒരു ബിസിനസ്സുകാരും ഞാൻ അതിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. നിങ്ങൾ ആ ഭാഗത്തേക്ക് വരണ്ട എന്ന് തന്നെ പറയാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താങ്കളുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കുടുംബജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, താങ്കൾ വളരെ വൈഡായിട്ട് ബിസിയുള്ളൊരു വ്യക്തിയാണ്. വർഷങ്ങളായി തന്നെ ഈ ഒരു രംഗത്തേക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. കുടുംബത്തിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്, കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്, അതിൻ്റെ വിശദമായ വിവരങ്ങൾ.
കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ ആലോചിക്കുന്നത്. കാരണം കുടുംബം എന്നും സാന്നിധ്യം വേണമെന്ന അർത്ഥത്തിലാണല്ലോ. ഞാൻ മുമ്പ് പഴയ കാലത്ത് ഈ പരാജയത്തിന് ഒരുപാട് സമയങ്ങൾ എൻ്റെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഗൾഫിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പലരും ഈ പരാജയ സമയത്ത് ഗൾഫിലേക്ക് പോയിട്ടാണ് പലരും അതിൻ്റെ മറികടക്കാറ്. പക്ഷേ ഞാൻ ഒരിക്കലും ഈ ഗൾഫിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അതിന് താല്പര്യം ഉണ്ടായിട്ടില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ താല്പര്യം ഉണ്ടായില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് നിർബന്ധമായിരുന്നു, കുടുംബത്തിനുള്ള സാന്നിധ്യം. ആ കുടുംബജീവിതം അത് തുറന്നുപോകണം. നമ്മുടെ ഒരു ഭാഗത്ത്, കുടുംബം ഒരു ഭാഗത്ത്. ഈ രീതിയോട് എനിക്ക് മുമ്പേ ഒരു താല്പര്യമില്ല. അത് വേണമെന്നുള്ള അർത്ഥത്തിൽ. ഞാൻ നേരത്തെ ആന്ധ്രയിൽ കല്യാണം കഴിക്കുന്ന മുമ്പാണ്. പിന്നെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് ഇത് പിന്നെ ഞാൻ നാട് കഴിഞ്ഞിട്ടാണ് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് പോയി വരാമെന്നുള്ളത്. അതിൽ കൂടുതൽ ഞാൻ ചിന്തിക്കാറില്ല. പിന്നെ മക്കൾ ഒക്കെ 4 പേരാണല്ലോ എനിക്ക്. മക്കളും ഒരു മകനും 3 പെൺമക്കളാണ്. ഇവരൊക്കെ കല്യാണം അയച്ചു. അതിൽ ഒരുത്തൻ നന്ന ചെറിയ മകളൊക്കെ വെറുതെ അനീസ് വക്കീലാണ്, അഡ്വക്കേറ്റാണ്. മറ്റൊരുത്തൻ മഹാരാജ ഫർണിച്ചർ എന്ന ഒരു ഫർണിച്ചർ മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തി തന്നെയാണ്, മഹാരാജ ഫർണിച്ചർ. പിന്നെ ഒരാൾ ദുബൈയിലാണ്. പുള്ളിയുടെ ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് വേണ്ടത്ര ക്ലച്ച് പിടിക്കാത്തതിൻ്റെ പേരിൽ പുള്ളി ദുബായിലാണ് ഇപ്പോൾ. അവിടെ ചില മാനുഫാക്ചറിങ് സംബന്ധമായിട്ട് നടക്കുകയാണ്. അങ്ങനെ 3 മകൻ എന്നോടൊപ്പം എൻ്റെ ബിസിനസ് സംബന്ധമായിട്ട്. പിന്നെ മകൻ കല്യാണം കഴിച്ച് തിരുവങ്ങാടി. മീൻസ് നമ്മുടെ മുൻ MLA സലാം സാഹിബ്, പീച്ചമ്മളിലെ സലാം സാഹിബിന് അനിയൻ്റെ മകളെയാണ്. അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതം 13 ഈ 4 മക്കൾ കൂടി 13 പേരമക്കളുമുണ്ട്. പേരമക്കളും സന്തുഷ്ടമായിട്ട് ഒരു പ്രശ്നമില്ല. നമ്മൾ കുടുംബജീവിതം വളരെ സന്തോഷമാണ് സർ. വളരെ സന്തോഷം. കാരണം താങ്കളുടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ CP മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും താങ്കളുടെ കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ, അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചു. ഈ ഒരു എപ്പിസോഡിൽ വളരെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ്, കാരണം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന യുവ ബിസിനസ്സുകാർക്ക് താങ്കൾ കൊടുത്തൊരു നിർദ്ദേശം തന്നെയാണ്. വ്യക്തമായ ധാരണയില്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വിജയത്തെക്കുറിച്ചുമൊക്കെ താങ്കൾ സംസാരിച്ചു. ഇത്രയും വിലപ്പെട്ട സമയം ദർശന ടിവിയുടെ വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി ചെലവഴിച്ചതിൽ ഞങ്ങളുടെ ഹൃദ്യംഗമായ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.